അസ്സലാമലൈക്കും. വൈക്കൽ മുസ്ലിം ജമാഅത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ആണ്ടുതോറും നടത്തി വരാറുള്ള മതപ്രഭാഷണവും സാംസ്കാരിക സമ്മേളനവും ദുആ മജ്ലിസും ഇന്ന് ആരംഭിക്കുകയാണ്. വൈക്കൽ മുസ്ലിം ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ജമാഅത്താണ് വൈക്കൽ മുസ്ലിം ജമാഅത്ത്. വൈക്കൽ മുസ്ലിം ജമാഅത്തിൽ നടത്തി വരുന്ന ആണ്ട് നേർച്ചയ്ക്ക് വളരെയധികം സവിശേഷതകളുണ്ട്. ഇന്നത്തെ കാലത്ത് ആത്മീയ ചൂഷണം വളരെയധികം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള അവസരങ്ങളൊന്നും ഉണ്ടാകാതെ പ്രയാസങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിക്കുന്ന സാധാരണക്കാരായ ആളുകൾ അവരുടെ ആവശ്യങ്ങളും ആവലാതികളും വിഷമങ്ങളും പ്രയാസങ്ങളും ഇവിടെ ഈ പള്ളിയിൽ അടങ്ങിയിട്ടുള്ള മഹാന്മാരുടെ പേരിൽ ഇവിടെ വന്ന് അവതരിപ്പിക്കുകയും അതോടൊപ്പം തന്നെ അവരെ സാക്ഷിയാക്കിക്കൊണ്ട് സർവേശ്വരനായ തമ്പുരാനോട് പ്രാർത്ഥിക്കുകയുമാണ് ചെയ്യുന്നത്. ആ പ്രാർത്ഥനകളിലും അവരുടെ അവലാദികളിലും ഒന്നും തന്നെ യാതൊരു തരത്തിലുള്ള ചൂഷണത്തിനും അവസരം കൊടുക്കാതെ സത്യസന്ധമായി പെരുമാറുന്ന ഒരു സമീപനമാണ് വൈക്കൽ മുസ്ലിം ജമാഅത്ത് ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളത്. ഈ നേർച്ചയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടി ഉള്ളതെന്ന് പറയുന്നത് സാർവലൗകിക സാഹോദര്യത്തിൻ്റെ അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തെ മതസൗഹാർദ്ദത്തിൻ്റെ മതനിരപേക്ഷതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം കൂടിയാണ് വൈക്കൽ മുസ്ലിം ജമാഅത്തിൻ്റെ ആണ്ട് നേർച്ച എന്ന് പറയുന്നത്. നാനാജാതി മതസ്ഥരും അനുദിനം ഈ പള്ളിയിൽ സന്ദർശിക്കുകയും അതിൻ്റെ പരിസമാപ്തി എന്ന നിലയ്ക്കാണ് ആണ്ട് നേർച്ച ആഘോഷിക്കപ്പെടുന്നത്. ഈ ആണ്ട് നേർച്ചയുടെ പ്രത്യേകത എന്ന് പറയുന്നത് മലയാള മാസം, അതായത് കുംഭമാസം 15-ാം തീയതിയാണ് ആണ്ട് നേർച്ച നടത്തപ്പെടുന്നത്. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. മലയാള മാസത്തിലെ 15-ാം തീയതി, കുംഭമാസത്തിലെ 15-ാം തീയതിയാണ് എല്ലാ വർഷവും ആണ്ട് നേർച്ച നടത്തപ്പെടുന്നത്. ഈ ആണ്ട് നേർച്ചയ്ക്ക് മുന്നോടിയായി മത പ്രഭാഷണവും അതോടൊപ്പം തന്നെ സമൂഹത്തിലെ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക, വിദ്യാഭ്യാസ, ഔദ്യോഗിക മേഖലകളിലുള്ള അതിപ്രഗത്ഭരായ ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സാംസ്കാരിക സർവ്വമത സമ്മേളനവും നടത്തപ്പെടുന്നുണ്ട്. അത് 26-ാം തീയതിയാണ്. 27-ാം തീയതിയാണ് പ്രസിദ്ധമായ ആണ്ട് നേർച്ച. ഈ ആണ്ട് നേർച്ചയിൽ ആയിരക്കണക്കിന് സാധാരണക്കാരായ നാനാജാതി മതസ്ഥർ ഇവിടെ എത്തിപ്പെടുകയും അവരുടെ നേർച്ചകളും ഇവിടെ അർപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഈ വരുന്ന എല്ലാ ജനങ്ങൾക്കും സൗജന്യമായി ഭക്ഷണ വിതരണം ജമാഅത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തി വരികയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള വളരെ തെക്കൻ കേരളത്തിലെ അറിയപ്പെടുന്ന ചില പുരാതനമായ ഒരു കേന്ദ്രം കൂടിയാണ് വൈക്കൽ മുസ്ലിം ജമാഅത്തിലുള്ളത്. ഇവിടെ അടങ്ങിയിട്ടുള്ള മഹാന്മാർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ പ്രദേശത്ത് എത്തിച്ചേരുകയും മത പ്രബോധനത്തിൻ്റെ ഭാഗമായി അവർ സ്ഥാപിച്ച പള്ളിയും അതിനോടനുബന്ധിച്ച മറ്റ് പ്രവർത്തനങ്ങളുമാണ് ഇവിടെ ഇന്നും മുടക്കം കൂടാതെ നടന്നു വരുന്നത്. അസ്സലാമു അലൈക്കും. വൈക്കൽ മുസ്ലിം ജമാഅത്ത് ആണ്ടുതോറും നടത്തി വരാറുള്ള ആണ്ട് നേർച്ചയോട് അനുബന്ധിച്ച് മതപ്രഭാഷണം, സാംസ്കാരിക സമ്മേളനം തുടങ്ങിയ വിവിധ പരിപാടികളാണ്
നടത്തി വരുന്നത്. ഈ വർഷത്തെ ആണ്ട് നേർച്ചയോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ നമ്മൾ നടത്തി വരികയാണ്. അതിൻ്റെ പ്രാരംഭ ഘട്ടമെന്ന നിലയിൽ ഫെബ്രുവരി മാസം 15-ാം തീയതി ശനിയാഴ്ച കൊല്ലം കിംസ് ഹെൽത്ത് ഹോസ്പിറ്റലും വൈക്കൽ മുസ്ലിം ജമാഅത്തും സംയുക്തമായി ഒരു മെഡിക്കൽ ക്യാമ്പ് ഇവിടെ നടത്തുകയുണ്ടായി. ഈ നാട്ടിലെ ഒട്ടുമിക്ക ആളുകൾക്കും അതിൽ പങ്കെടുക്കുവാനും അതിൻ്റെ പ്രയോജനം ലഭിക്കുവാനും ഇടയാവുകയുണ്ടായി. അതുപോലെ ഈ ആണ്ടുനേർച്ചയോടനുബന്ധിച്ചും വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തി വരികയാണ്. നാനാ സമൂഹത്തിലെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നുസ്രത്തുൽ മസാക്കീൻ സാധുക്ഷേമ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിൽ ഇവിടെ നടത്തി വരുന്നത്. പ്രതിമാസം 15ഓളം ആളുകൾക്ക് കൃത്യമായി ഇവിടെ നിന്നും പെൻഷൻ വിതരണം ചെയ്യുന്നുണ്ട്. ജാതി മത പരിഗണനകൾക്ക് അതീതമായിട്ടാണ് ഇവ നമ്മൾ നടത്തി വരുന്നത്. അതുപോലെ തന്നെ ചികിത്സാ ധനസഹായം, മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എല്ലാം നടത്തി വരികയാണ്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങളോടുകൂടിയാണ് ഈ മഹത്തായ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തി വരുന്നത്. അതുപോലെ ഈ ആണ്ടുനേർച്ചയോടനുബന്ധിച്ച് നടക്കുന്ന സുപ്രധാനപ്പെട്ട ചടങ്ങുകളാണ് മതപ്രഭാഷണം. ഫെബ്രുവരി 24, 25 ദിവസങ്ങളിൽ മതപ്രഭാഷണം നടക്കുന്നുണ്ട്. കേരളത്തിലെ അറിയപ്പെടുന്ന പണ്ഡിതനായ അൽ ഹാഫിദ് അൻവർ മന്നാനി തൊടുപുഴ അവർകളാണ് മതപ്രഭാഷണം നടത്തുന്നത്. അതോടനുബന്ധിച്ച് തന്നെ 26-ാം തീയതി സാംസ്കാരിക സമ്മേളനം, രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രഗത്ഭരായ എല്ലാവരും പങ്കെടുത്തുകൊണ്ടുള്ള ഒരു സാംസ്കാരിക സമ്മേളനം നടക്കുന്നു. അതിനുശേഷം 27-ാം തീയതി ദ്വാ മജ്ലിസാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. തെക്കൻ കേരളത്തിലെ ആത്മീയ രംഗത്ത് പ്രവർത്തിക്കുന്ന, ആത്മീയ രംഗത്ത് പ്രശോഭിക്കുന്ന ബഹുമാന്യനായ ഏരൂർ ഷംസുദ്ദീൻ മദനി അൽ ഖാദിരി അൽ ചിസ്തി അവർകളാണ്. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹീയ ദ്വാ മജ്ലിസിൽ തെക്കൻ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ അതിൽ പങ്കെടുക്കുകയും അനുഗ്രഹ ദ്വാ മജ്ലിസിനോടനുബന്ധിച്ച് അതിൻ്റെ ശേഷം എല്ലാവർക്കും അന്നദാനം നിർവഹിക്കുന്ന ഒരു കർമ്മവും ഇവിടെ നടക്കുകയാണ്. ഈ പരിപാടിയിൽ എല്ലാവരും പങ്കെടുക്കുകയും അതിൻ്റെ വിജയത്തിന് വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും ചെയ്യണമെന്ന് വൈക്കൽ മുസ്ലിം ജമാഅത്തിൻ്റെ സെക്രട്ടറി എന്നുള്ള നിലയിൽ എല്ലാവരോടും വളരെ സ്നേഹത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.